നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 717 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 717th day. Today 36th sloka of Prathamaskandha 6th chapter. For details please see the description box. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapadaye Namah. Avignamastu Shri Gurubhyo Namah. Om Tat Sat. Krishnam Narayanam Vande. Krishnam Vande Vrajapriyam. Krishnam Dvaipayanam Vande. Krishnam Vande Prathasudam. Shri Paramanandanadanayi Advaita Deepamayi Mokshechu Vrindamandaramai Karuണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദദമാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം. യമാദിഭിര്യോഗപദേ കാമലോഭഹതോ മുഹു മുകുന്ദസേവയായേദ്വത് തഥാത്മാധാനശാമ്യതി. ഓം ശ്രീകൃഷ്ണായ നമഃ. യമാദിഭിര്യോഗപദേ കാമലോഭഹതോ മുഹു മുകുന്ദസേവയായേദ്വത് തദ്ധാത്മാധാനശാമ്യതി. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യമാദിഭി യോഗപദേ കാമലോഭഹത മുഹു മുകുന്ദസേവയാ യദ്വത് തദാത്മാ തദ് ആത്മാ. തഥാത്മ എന്നുള്ള തഥാ ആത്മാ അദ്ധ ന ശ്യാമതി. അദ്ധ വേറെ. യത് തഥാ ആത്മാ അദ്ധ ന ശ്യാമ്യതി. അതായത് മുഹു അത് വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും കാമലോഭഹത കാമം ലോഭം ഇവയാൽ ഹനിക്കപ്പെട്ട യദ്വത് എപ്രകാരമോ തഥാ അപ്രകാരം യമാദിഭി യമം മുതലായ യോഗപദേ യോഗമാർഗങ്ങൾ കൊണ്ട് അദ്ധ ന ശ്യാമ്യതി മുഴുവനായിട്ട് അല്ലെങ്കിൽ മുഴുവൻ സാക്ഷാത്തായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ശമിക്കുന്നില്ല. അതായത് വീണ്ടും വീണ്ടും കാമം ലോഭം ഇവയാൽ മനസ്സ് നശിച്ചു പോകുന്നത്, മനസ്സ് കലുഷമായി വരുന്ന മനസ്സ് മുകുന്ദസേവ കൊണ്ട് എന്ന പോലെ യമം നിയമം എന്ന യോഗമാർഗങ്ങളിലൂടെ യോഗപദത്തിലൂടെ ശമിക്കുന്നില്ല. നമ്മൾ യോഗങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ കാമലോപാധികൾ മാറ്റാം എന്ന് ശ്രമിച്ചാൽ അത് പൂർണ്ണമായും നശിക്കില്ല. മുകുന്ദസേവ മാത്രമാണ് പൂർണ്ണമായിട്ട് കാമലോപാധികൾ നശിക്കുവാനുള്ള മാർഗം എന്ന് നാരദർ എടുത്തു പറയുകയാണ്. വീണ്ടും വീണ്ടും നാം യോഗങ്ങളൊക്കെ ചെയ്താലും മനസ്സിനെ നിയന്ത്രിക്കുക, മറ്റുള്ള അങ്ങനെ യോഗചര്യകളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ദുരിതങ്ങളെ കലുഷങ്ങളെ മാറ്റാം എന്ന് നമ്മൾ കരുതിയാൽ അത് ശരിയല്ല. സാക്ഷാത്തായി പൂർണ്ണമായും ഭവിക്കുകയില്ല, കാര്യസാധ്യം നടക്കുകയില്ല. മുകുന്ദനെ സേവിക്കുന്നത് കൊണ്ട് മാത്രമേ നമ്മുടെ കാമലോപാധികൾ പൂർണ്ണമായിട്ടും നശിക്കുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ് നാരദർ. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ വ്യാസമുനി എല്ലാം രചിച്ചിട്ടും എന്തോ ഒരു ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ള വിഷമത്തോടെ ഇരിക്കുമ്പോൾ നാരദർ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഹരികഥ മാത്രമാണ്, ഭഗവാനോടുള്ള സേവ മാത്രമാണ് നമ്മുടെ എല്ലാ കലുഷങ്ങളും തീരുവാനുള്ള മാർഗം. അത് സാധാരണ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഭഗവത് മഹാത്മ്യം പറയുന്ന ഒരു
കഥ അവിടുന്ന് രചിക്കണം, ഭഗവാന്റെ യഥാർത്ഥ കഥ അവിടുന്ന് രചിക്കണം, ഭഗവാന്റെ മാഹാത്മ്യം മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് രചിക്കണം. അതിലൂടെ സാമാന്യ ജനങ്ങൾക്കും ഭഗവാനെ ലഭിക്കുവാൻ ഇടയാകണം എന്ന് പറയുകയും പ്രകാരം പറഞ്ഞുകൊണ്ട് തൻ്റെ തന്നെ പൂർവ്വകഥ അതിന് ഉദാഹരണമായിട്ട് വ്യാസമുനിക്ക് നാരദർ പറഞ്ഞു കൊടുക്കുന്നതുമാണ് സന്ദർഭം. അത് പറയുകയാണ്, യോഗാചര്യകളൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ അടക്കി നമ്മുടെ ഇതൊക്കെ കുറച്ച് കുറക്കാമെങ്കിലും പൂർണ്ണമായും നശിക്കുവാൻ വേണ്ടി, നമ്മുടെ കാമലോപാധികൾ പൂർണ്ണമായി നശിക്കുവാൻ ഭഗവത് കഥ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. യമാദിഭിര്യോഗപതി കാമലോഭഹതോ മുഹു മുകുന്ദ സേവയായദ്വത് തദാത്മാധാനശാമ്യതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സൗഭാഗ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.